അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ബീഫ് ഫ്രൈ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോയ ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളെല്ലാം ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ അധികം മസാലപ്പൊടിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. അപ്പോൾ ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയാവും ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ. ഒരു 6-7 വിസിലുകൊണ്ട് ബീഫ് നന്നായിട്ട് വെന്ത് വരും. പിന്നെ പല ബീഫിനും പല വേവായിരിക്കും. അപ്പോൾ ഒരു 6 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വേവിച്ചാൽ മതി. ഈ ബീഫ് ഇപ്പോൾ ഒരു 7 വിസിലുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസുള്ള സവാള കട്ടി കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയ പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയൊന്നും പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും പകുതി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 പച്ചമുളക്. ഇനി നമുക്കിത് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫ് ഈ മസാലയിലിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. തീ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മളിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പോ എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വറ്റി ബീഫിൻ്റെ ഓരോ പീസും വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെങ്കിൽ ഇപ്പോഴല്ല കേട്ടോ ചേർക്കേണ്ടത്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തില്ലേ, ആ സമയത്ത് തന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ടൊന്ന് വാടി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബീഫെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർക്കണം. അത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി. ഇപ്പോൾ ബീഫെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സവാളയും നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.